ഷട്ടേഴ്സ് എല്ലാം HDF ആണ്. ഇതാകുമ്പോൾ ഗോള പ്രൊഫൈലാണ്. സെറാമിക് ടൈൽ തന്നെയാണ്. വുഡിന്റെ തിക്നെസ് കൂടിയ കുക്കിംഗ് ഐലൻഡുകൾ ചെയ്യുമ്പോഴത്തേക്കും പ്രധാനമായിട്ടുള്ള രണ്ടും ഫുൾ ബോഡി വെട്രിഫൈഡ് ടൈൽസ് തന്നെയാണ്. ഈ ഡോർസ് എല്ലാം യൂണിറ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബിൽറ്റ് ഇൻ ഡിഷ് വാഷർ ആണ്. ഇപ്പൊ നമ്മള് മൂന്നാമത്തെ കിച്ചണിലാണ് വന്നിരിക്കുന്നത്. അതായത് കബോർഡ് റേറ്റ് എന്ന് പറഞ്ഞ് 2 lakhs താഴെ വരുമോ? നമസ്കാരം. ഒരുപാട് ആൾക്കാർ സജസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആണ്. കാര്യം ഇൻറ്റീരിയർ എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് വരുന്നത് ആദ്യം ഓടിയെത്തുന്നത് കിച്ചണാണ്. അപ്പോൾ അങ്ങനെ പല വിധത്തിലുള്ള കിച്ചൺ കോൺസെപ്റ്റുകൾ കാണിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. വന്നു നിൽക്കുന്നത് തിരുവല്ലയിലുള്ള വിശ്വാസ് ഇൻറ്റീരിയേഴ്സിലാണ്. അവിടെ വളരെ വ്യത്യസ്തമായ 3 ടൈപ്പ് ഓഫ് കിച്ചൺസ് ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അതിൽ തന്നെ എന്തൊക്കെ വെറൈറ്റീസ് ഉണ്ട്, എന്തൊക്കെ പ്രോഡക്റ്റാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്, എങ്ങനെയൊക്കെ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാൻ പറ്റും, ഭംഗിയോടുകൂടി ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് അവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ഞാൻ ജയശങ്കർ, ഹോം ആൻഡ് കൊമേഴ്ഷ്യൽ ഇൻറ്റീരിയർ കൺസൾട്ടൻറ്റ്. ഡോക്ടർ ഇൻറ്റീരിയറിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് ശ്രീ രഞ്ജിത് ജിയാണ്. നമസ്കാരം. നമസ്കാരം. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പല ആൾക്കാർ ഇപ്പോൾ കാണുന്ന പ്രേക്ഷകർ കിച്ചൺ ഇൻറ്റീരിയേഴ്സ് എത്ര ഭംഗിയാക്കാം എന്നാണ് നമ്മളെല്ലാവരും ചിന്തിക്കുന്നത്. നിങ്ങളാണെങ്കിലും ഒരു വർക്ക് ചെയ്ത് കൊടുക്കുമ്പോഴും ഒന്നിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മറ്റൊന്ന് നിയന്ത്രിക്കുന്നതെന്ന് നമുക്കറിയാം. ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ഇപ്പോൾ പല ആൾക്കാരുടെ ആശങ്കകളുണ്ട്. എത്ര ചെറുത് ചെയ്യാൻ സാധിക്കുമോ അല്ലെങ്കിൽ വലുത്, അങ്ങനെ ഒരു കോൺസെപ്റ്റ് പലപ്പോഴും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു ചെറിയ കിച്ചൺ, അപ്പോൾ ഏറെക്കുറെ അതുപോലൊരു ചെറിയ കിച്ചണാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും അല്ലേ? മറൈൻ പ്ലൈവുഡിന്റെ ബോക്സും HDFന്റെ ഡോറുമാണ്. ഷട്ടേഴ്സ് എല്ലാം HDF ആണ്. നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം അല്ലേ? ഓക്കെ. നമുക്ക് ഇത് വരുന്നത് മറൈൻ പ്ലൈവുഡ് ബോക്സ് പ്ലസ് HDF അക്രലിക് ലാമിനേഷൻ ആണ്. അക്രലിക് ലാമിനേഷൻ ആണ്. ഈ അക്രലിക് ലാമിനേഷൻ ചെയ്യുമ്പോഴത്തേക്കും പലപ്പോഴും പലരും ചോദിച്ചൊരു സംഗതിയാണ്, ഇപ്പൊ പെട്ടെന്ന് ബ്രേക്കബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ ഇതിന്? അക്രലിക്കിനെ സംബന്ധിച്ചിടത്തോളം അക്രലിക് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് പ്രീലാമിനേറ്റഡ് ആയിട്ട് അക്രലിക് ഷീറ്റ് വരുന്നുണ്ട്. പ്രീലാമിനേറ്റഡ് ആയിട്ടുള്ള അക്രലിക് ഷീറ്റിന് ഡാമേജ് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അതേപോലെ നമ്മളിവിടെ പ്രസ് ചെയ്യുന്ന അക്രലിക് ഷീറ്റും വരുന്നുണ്ട്. അക്രലിക് ഷീറ്റ് ആയിട്ട് വരുന്നു, നമ്മൾ ഇവിടെ തന്നെ ഹോട്ട് പ്രസ്സിൽ പ്രസ് ചെയ്തെടുക്കുന്നു. എപ്പോഴും പ്രീലാമിനേറ്റ് ആണ് കുറച്ചും കൂടെ സേഫ്. നമുക്ക് ഈ പറഞ്ഞ പോലെ ഇഷ്യൂസ് ഒന്നും വരാതിരിക്കാൻ. നമുക്ക് ഇതിനകത്ത് ഇപ്പൊ ഈ കൊടുത്തിരിക്കുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ പലയിടത്തും നമുക്ക് മാറ്റി പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം കൂടെ ഉണ്ടല്ലോ. ഇതെല്ലാം ഇതിലിപ്പോൾ ആക്സസറീസിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇത് നമുക്ക് ഏത് സൈസിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഓരോ ഐറ്റംസ് വെക്കുന്നതനുസരിച്ച് ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് മാത്രമല്ല ടോൾ യൂണിറ്റ് ആയതുകൊണ്ട് പല രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പം നമുക്ക് 90 സെന്റിമീറ്റർ ആണ്. സാധാരണ നമുക്ക് ടോൾ യൂണിറ്റ് വരുന്ന ഒരു 45 സെന്റിമീറ്റർ ആണ് വരുന്നത്. 6+6 12 ഷെൽഫ് ആയിട്ടാണ് വരുന്നത്. ഇത് വരുന്നത് ഡബിൾ പാൻട്രി എന്ന് പറഞ്ഞ യൂണിറ്റ് വരുന്നത്. കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഏകദേശം ഒരു 65,000 അബവ് വരും ഈ ഒരു യൂണിറ്റ്. ബ്രാൻഡഡ് ഐറ്റത്തിന്റെ ഒക്കെ ആകുമ്പോൾ ഇത് സെപ്പറേറ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു യൂണിറ്റ് വരുന്നത്. അതെ, ബിൽറ്റ് ഇൻ ആവാൻ വന്നിട്ടുണ്ട്. ഇതുമായിട്ട് കണക്റ്റഡ് ആണ്. അതല്ലാതെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അല്ലാതെ വേറെ ചെയ്യുകയും ചെയ്യാം. തീർച്ചയായിട്ടും ചെയ്യാം. ഇവിടെ ഒരു സ്റ്റോറേജോടെ കൊടുത്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. നമുക്ക് 210 ഹൈറ്റാണ് സാധാരണ വരുന്നത്. ഇപ്പൊ നമ്മൾ അതിനകത്ത് 2 ഓവന്റെ സൈസ് കൂടെ 60 സെന്റിമീറ്റർ പ്ലസ് 45 സെന്റിമീറ്ററും പോയിട്ടുള്ള ഗ്യാപ്പിൽ ചെയ്തിരിക്കുന്നു. എക്സ്പെൻസീവ് എന്ന് പറയുന്നത് നമ്മൾ ഇതിന്റെ ഹാൻഡിൽസ് ആണ്. ഗോള പ്രൊഫൈലാണ് ഹാൻഡിൽസ് വന്നിരിക്കുന്നത്. ഫ്രീ ആണ്. ഹാൻഡിൽസ് ഇല്ല. സാധാരണ നമ്മൾ ഇതിൽ പ്രൊജക്ട് ചെയ്ത് ഹാൻഡിൽ കൊടുക്കും. ഇല്ലെങ്കിൽ നമ്മൾ കൺസീൽഡ് ആയിട്ട് G പ്രൊഫൈൽ ടൈപ്പ് ഹാൻഡിൽസ് കൊടുക്കും. ഇതാകുമ്പോൾ ഗോള പ്രൊഫൈലാണ്. ഓൾറെഡി ഈ ഗ്യാപ്പ് ഇവിടെ ഫിക്സ് ചെയ്തിരിക്കുകയാണ് ആ പ്രൊഫൈല്. അതായത് നമുക്ക് നാളെ ഒരു അവസരത്തിൽ ഒരു ഹാൻഡിലിന്റെ പ്രോബ്ലം വരുമോ എന്നോ ചിന്തയെ വേണ്ട. നമുക്ക് അതായത് ഇപ്പോൾ ഒരു ഡോർ മാറിയാൽ പോലും ഹാൻഡിൽ അവിടെ പെർമനന്റ് ആയിട്ട് നിൽക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു യൂണിറ്റ് താഴെ അതുപോലെ ഒരു സ്റ്റോറേജ് യൂണിറ്റ് വരുന്നുണ്ട്. ഡ്രോയർ സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ വാഷ് ബേസിന് താഴെ വരുന്ന താലി യൂണിറ്റ് വരുന്നുണ്ട്. ഇത് എനിക്ക് തോന്നുന്ന PVC ആണോ? അല്ല, നമ്മളിപ്പോ ഇത് ഡ്രോയറിന്റെ ഉള്ളിൽ ഇട്ടിരിക്കുന്ന PVC ഷീറ്റ് ആണ്. താഴെ വന്നിരിക്കുന്നത് പ്ലൈവുഡ് തന്നെ. ഇത് മൾട്ടിവുഡ് ആണ് വന്നിരിക്കുന്നത്. സിങ്കിന്റെ യൂണിറ്റ് ആണ്. നമ്മളിപ്പം കാർക്കേസ് മറൈൻ പ്ലൈവുഡിൽ നിർമ്മിക്കുമ്പോഴും ഈ WPC മെറ്റീരിയലാണ് സിങ്കിന്റെ പോർഷൻ കൊടുക്കുന്നത്. കാരണം നമ്മുടെ ഇവിടെ കേരളത്തിലെ പ്രത്യേകിച്ച് ഹ്യൂമിഡിറ്റിയുടെ പ്രശ്നം ഉള്ളതുകൊണ്ട് ഈർപ്പം എപ്പോഴും ഇതിന്റെ അടിയിൽ നിൽക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇത്രയും കൺസീൽഡ് ആയിട്ട് നിൽക്കുമ്പോൾ ഈ സിങ്കിന്റെ അടിയിൽ ഈർപ്പം വരും. അപ്പൊ ആ വെള്ളം വീണാലും പോകാതിരിക്കാൻ വേണ്ടി ഈ ഒരു ബോക്സ് മാത്രം നമ്മൾ WPC കൊടുക്കുന്നത്. ഓരോന്നും ഓരോ മൊഡ്യൂളാണ്. ആ ഒരു
മൊഡ്യൂളിന്റെ അകത്ത് സിങ്ക് വരുന്ന പോർഷൻ WPC-യിലോട്ട്. WPC ചെയ്യുന്നത്. പിന്നെ നമ്മുടെ സിങ്ക് സ്റ്റെയിൻലെസ് സ്റ്റീൽ ചെയ്തിരിക്കുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീൽ ചെയ്യുന്നുണ്ട്. ഇപ്പം അല്ലാത്ത ടൈപ്പ് സെറാമിക് ടൈപ്പ് വരുന്നുണ്ട്. പിന്നെ കൗണ്ടർ ടോപ്പുമായിട്ട് ലെയർഡ് ആയിട്ടുള്ള കൊറിയൻ ടോപ്പ് ഒക്കെ ആണെങ്കിൽ അതിൽ തന്നെ നമുക്ക് മോൾഡ് ചെയ്ത് സിങ്ക് ചെയ്തെടുക്കാം. ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന കൗണ്ടർ ടോപ്പ് ഏതാണ്? ഇത് നമ്മൾ ഫുൾ ബോഡി വെട്രിഫൈഡ് ടൈപ്പ് ടൈൽസ് ആണ്. വെട്രിഫൈഡ് ടൈൽ തന്നെ കൊടുത്തിരിക്കുന്നത്. 15 mm വെട്രിഫൈഡ് ടൈൽ. 2.5 meter into 80 centimeter ടൈൽസ് ഇപ്പോൾ അവൈലബിൾ ആണ്. അത് കട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ കളർ കോമ്പിനേഷൻ വളരെ ഭംഗിയായിട്ടുണ്ട്. കാര്യം വൈറ്റ് ഗ്രേ അതിന്റെ കൂട്ടത്തിൽ തന്നെ ഈ ഒരു കളർ കൂടെ വരുമ്പോഴത്തേക്കും നല്ലൊരു അട്രാക്ഷൻ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ മുകളിൽ കൊടുത്തിരിക്കുന്ന ഏരിയയും ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ ഹാൻഡിൽ ഫ്രീ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഫ്രീ ആണ്. ഇതിന്റെയൊക്കെ ഇത് വരുന്നത് അക്രലിക് തന്നെയല്ലേ? നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞ ടോളി യൂണിറ്റിന്റെ. തീർച്ചയായിട്ടും കളർ അത് ഗ്രേ ആണ്, ഇത് വൈറ്റ് ആണെന്നുള്ളതേ ഉള്ളൂ. സെയിം അക്രലിക് തന്നെ ഫിനിഷ് ആണ്. പ്രീ ലാമിനേറ്റഡ് ആണ്. പ്രീ ലാമിനേറ്റഡ് തന്നെ ചെയ്തിരിക്കുന്നു അല്ലേ? സിങ്കിനോട് ചേർന്ന് നിൽക്കത്തക്ക രീതിയിൽ. ഇത് എന്ത് മെറ്റീരിയലാണ്? സെറാമിക് തന്നെയാണ്. സെറാമിക് ടൈൽ തന്നെയാണ്. ടൈൽ തന്നെയാണ്. ടൈൽ തന്നെയാണ്. നമ്മളിപ്പോ ഇവിടെ ഗ്ലാസ് കൊടുക്കുന്ന ഒരു ട്രെൻഡ് ഉണ്ട്. പക്ഷേ ഈ ഗ്ലാസിന്റെ അകത്ത് നമുക്ക് സ്വിച്ച് ബോർഡ്സ് ഒക്കെ കൂടുതൽ വരുവാണെങ്കിൽ ഗ്ലാസ് അത്ര സേഫ് അല്ല. നമുക്ക് പാനൽ ചെയ്തിട്ട് അതിന്റെ മേളിലേക്ക് ഗ്ലാസ് ഒട്ടിക്കുന്നത്. പീസ് പ്ലഗ് ഒക്കെ വരുമ്പോഴത്തേക്കിനും അത് പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഗ്ലാസ് പൊട്ടി പോകാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഇവിടെ ഒരു ഓപ്പൺ സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് സ്ലാൻഡിങ് മോഡല് നമ്മുടെ വുഡ് കൊടുത്തിരിക്കുന്നു. അതിനോട് ചേർന്നിട്ട് ഇവിടെ ഒരു ഓപ്പൺ സ്പേസും അതുപോലെ തന്നെ ഈ ഏരിയയിൽ നമ്മൾ അവിടെ കൊടുത്തിരിക്കുന്ന പോലെ തന്നെ ബൈഫോൾഡിംഗ് ടൈപ്പാണ്. രണ്ടും ബൈഫോൾഡിംഗ് ടൈപ്പ് കൊടുത്തിരിക്കുന്നത്. ഏത് പൊസിഷനിൽ നിൽക്കാവുന്ന രീതിയിൽ. ഇതിപ്പോ നമുക്ക് അല്ലെങ്കിൽ പ്രോ ലിഫ്റ്റും ഒക്കെ ചെയ്യാൻ സാധിക്കും. ഇവിടെ ചെയ്തിരിക്കുന്ന പ്രോ ലിഫ്റ്റ്. അവിടെ പ്രോ ലിഫ്റ്റ് ആണ് ചെയ്തിരിക്കുന്നത്. ഇനി മെയിനായിട്ട് നമ്മുടെ ഇതിന്റെ താഴെ ആണെങ്കിലും 2 യൂണിറ്റ് നമ്മുടെ താലി യൂണിറ്റുകൾ ഇവിടെയും കൂടെ ടാൻഡം ബോക്സുകൾ. അതായത് നമുക്ക് സിലിണ്ടർ ഓപ്ഷൻ വെളിയിലാണ്. നമുക്ക് കൺസീൽഡ് ആയിട്ട് കോപ്പർ ലൈൻ ചെയ്താൽ വരുന്നെങ്കിൽ നമ്മൾ ഈ ഹോബിന്റെ അടിയിൽ തന്നെ നമുക്ക് ഡ്രോയർ കൊടുക്കാം. കട്ട്ലറി യൂണിറ്റ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൊടുക്കാം. എല്ലാം ഇവിടെ തന്നെ കൊടുക്കുന്ന രീതിക്ക് അല്ലേ? ഓയിൽ പുൾ ഔട്ട്സ് കൊടുക്കാം. നമുക്ക് കുക്ക് ചെയ്യുമ്പോൾ എടുക്കാൻ എളുപ്പത്തിനുള്ള ഓയിൽസ് എല്ലാം വെക്കാനുള്ള ഓയിൽ പുൾ ഔട്ട്സ് കൊടുക്കാം. ഇനി വന്നിട്ട് ഇവിടെ 2 സ്റ്റോറേജ് ഏരിയയും കൂടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും. പിന്നെ ഓപ്പൺ കിച്ചൺ ആയതുകൊണ്ട് തന്നെ വെളിയിൽ നമ്മൾ 2 സീറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ജിയുടെ മുകളിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് എന്ത് വുഡാണിത്? ഇത് പൈൻ വുഡാണ്. പൈൻ വുഡിന്റെ തിക്നെസ് കൂടിയ മെറ്റീരിയൽ ഇവിടെ ഇട്ടിരിക്കുന്നതാണ്. ഇതിൽ നമ്മളൊരു പോളിഷ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ ചോദിച്ചത് ഇപ്പം നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു C ഷേപ്പിൽ വരുന്ന ഒരു കിച്ചൺ യൂണിറ്റ് ഇന്നത്തെ ഒരു റേറ്റിംഗ് പ്രകാരം നമുക്ക് എത്ര രൂപയ്ക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും? ഏറ്റവും ചെറുതൊരെണ്ണം നമുക്ക് കസ്റ്റമൈസ്ഡ് ആണ്. അതായത് നമുക്ക് മെറ്റീരിയൽ, ഇതിന്റെ പാർട്ടീഷൻസിന്റെ സൈഡ് ഡമ്മി ഇതെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കുന്നത്. ഏകദേശം ഈ ഒരു ഫിനിഷിൽ ഈ ഗോള പ്രൊഫൈലൊക്കെ വെച്ച് വരുമ്പോൾ നമുക്ക് 2000 above വരും. 2000 above നമുക്ക് സ്ക്വയർ ഫീറ്റ് റേറ്റ് വരും. നമുക്ക് ഫിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്കിനും സൈറ്റിൽ ഫിക്സ് ചെയ്യുമ്പോഴത്തേക്കിനും ഏകദേശം 2000 above നമുക്കൊരു സ്ക്വയർ ഫീറ്റ് റേറ്റ് വരും. സ്ക്വയർ ഫീറ്റ് എന്ന് വെച്ചാൽ ഫ്രണ്ട് വ്യൂ അനുസരിച്ച്. മനസ്സിലായി. അപ്പോൾ ഇതിനകത്ത് നമ്മളിപ്പോൾ കണ്ടത് ഇപ്പോൾ ഒരു കിച്ചണാണ്. ഇനി ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് അടുത്തതിലോട്ട് പോകുമ്പോഴത്തേക്ക്. അത് ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോൾ നമ്മളൊരു ഓപ്പൺ കിച്ചൺ കോൺസെപ്റ്റ് ആണെങ്കിൽ അടുത്ത് വരുമ്പോഴത്തേന് ഐലൻഡ് കുക്കിംഗ് ഐലൻഡ് തന്നെ ആയിട്ട് വന്നിരിക്കുന്നു. സാധാരണ നമ്മുടെ നാട്ടിൽ കുക്കിംഗ് ഐലൻഡുകൾ ചെയ്യുമ്പോഴത്തേക്കും പ്രധാനമായിട്ടുള്ള ഒരു ഇഷ്യൂ എന്ന് വെച്ചാൽ ഏരിയ ഒരു വലിയ പ്രശ്നമാണ്. ഇത് നമ്മൾ കൊടുത്തിരിക്കുന്നത് എത്ര വലിയൊരു ഇതാണ് ചെയ്തിരിക്കുന്നത്? ഇതിന്റെ അകത്ത് നമ്മൾ കൊടുത്തിരിക്കുന്നത് 80 സെന്റിമീറ്റർ 1 മീറ്ററോളം നമുക്ക് ഇത് വീതി കൊടുത്തിട്ടുണ്ട്. സാധാരണ നമുക്ക് ഐലൻഡ് വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ഐലൻഡ് ഹുഡ് ഏകദേശം ഒരു ഹോബിന്റെ അടുത്ത് 90 സെന്റിമീറ്റർ പൊങ്ങിയാണ് നിൽക്കാറുള്ളത്. പക്ഷെ ഇതിന്റെ അകത്ത് നമുക്ക് 1.5 മീറ്റർ വരെ പൊക്കി കൊടുക്കാൻ പറ്റും. അതായത് സീലിംഗിന്റെ ഫോൾ സീലിംഗിന്റെ അതേ ലെവലിൽ തന്നെ നിൽക്കുന്ന ഒരു ഹുഡാണ്. അതുകൊണ്ട് ഇവിടെ ഒരു തലയിടിക്കുന്നോ അങ്ങനെ ഒരു തടസ്സങ്ങളൊന്നും വരുന്നില്ല. അപ്പൊ ഇത് നമ്മൾ കുക്ക് ചെയ്യുമ്പോഴത്തേക്കൊന്നും അതിന്റെ ബുദ്ധിമുട്ടുകളൊന്നും വരത്തില്ല. സ്മെല്ലൊക്കെ ക്ലിയർ ആയിട്ട് തന്നെ പൊക്കോളൂ. കുറച്ച് എക്സ്പെൻസീവ് ആണെന്നുള്ളൂ. ആ ഹുഡിന് 1 lakh അടുത്ത് വരും റേറ്റ്. ഇതിന് തന്നെ റേഞ്ച് വരുന്നത് അല്ലേ? ഹുഡിന് മാത്രം റേറ്റ് വരും. അത് ശരി. ഇതിന് യൂസ് ചെയ്തിരിക്കുന്ന 2 ഫുൾ ബോഡി വെട്രിഫൈഡ് ടൈൽസ് തന്നെ. തീർച്ചയായിട്ടും ഫുൾ ബോഡി തന്നെയാണ്. ഇതിന്റെ കറക്റ്റ് വീതി 80 സെന്റിമീറ്റർ ആണ്. 2.5 ആണ്. ഓക്കെ. ഈ താഴെ വന്നിരിക്കുന്ന നമുക്ക് ബാക്കി യൂണിറ്റുകളൊക്കെ കൂടി ഒന്ന് പരിചയപ്പെടാം. നമുക്കിപ്പോ ഈ ഐലൻഡ് കിച്ചണിൽ നമ്മൾ 2 മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഇൻസൈഡ് കംപ്ലീറ്റ് മറൈൻ പ്ലൈവുഡ്, ഫ്രണ്ട് ഡോർ HDF-ന്റെ മേളിൽ ഇത് സാധാരണ നമുക്ക് മൈക്ക ലാമിനേഷൻ ആണ് വന്നിരിക്കുന്നത്. അതൊരു മാറ്റ് ഫിനിഷ് ആണ്. പ്ലസ് ഇതിനകത്ത് വന്നിരിക്കുന്ന ഈ ഡോർസ് എല്ലാം ഗ്ലാസ് ആണ് ലാമിനേഷൻ. ഇത് ഗ്ലാസ് ലാമിനേഷൻ ആണ്. ഇതിന്റെ എഡ്ജ് ബാൻഡ് സ്റ്റെയിൻലെസ് സ്റ്റീൽ എഡ്ജ് ബാൻഡ്. ഓക്കെ, നമുക്ക് അതിലോട്ട് വരാം. നമുക്ക് തീർത്തിട്ട് അതിലോട്ട് കയറാം. ഇതിൽ വരുമ്പോഴത്തേക്ക് ഒരു സെൻസറിംഗ് ആണ് വർക്ക് ചെയ്യുന്നതെന്ന് തോന്നുന്നു. തന്നെ സെൻസർ ലൈറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇൻബിൽറ്റ് വരുന്നതാണോ ഇത്? പീസായിട്ട് വരുന്നത് നമ്മൾ സെറ്റ് ചെയ്യുന്ന. ഓക്കെ. ഇത് PVC ആണ്. ബാക്കി
ബാക്കി ഉള്ളിലേക്ക് ബാക്കിയെല്ലാം ഇതിന്റെ ബ്ലമ്മിന്റെ സീരീസ് ഡ്രോയർ വരുന്നു, അതിനകത്ത് ഇടുന്ന ട്രേസ് വരുന്നു, എല്ലാം അതിനോട് എല്ലാം സെപ്പറേറ്റ് ആണ്, അസംബിൾ ചെയ്യുന്ന ഒരുമിച്ച്. ഓക്കെ. അതുപോലെ തന്നെ താഴെ ഒന്ന് തന്നെ കൊടുത്തിരിക്കുന്നു. അതിന്റെ വലിപ്പം അനുസരിച്ച് നമുക്ക് മാറ്റിയെടുക്കുകയൊക്കെ ചെയ്യാം അല്ലേ? ശരി, മാക്സിമം 90 സെന്റിമീറ്റർ വരെ നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാം. അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതായത് ഫിക്സ് ചെയ്യുന്ന സമയത്ത് 90 സെന്റിമീറ്റർ ഡ്രോ വരെയായിട്ട് ഈ ബ്ലമ്മിന്റെ ഈ ഡ്രോയർ സിസ്റ്റം സെറ്റ് ചെയ്യാൻ പറ്റും. എല്ലാം നമ്മൾ സോഫ്റ്റ് ക്ലോസ് അല്ലേ? എല്ലാം സോഫ്റ്റ് ക്ലോസ് തന്നെയാണ്. ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന 2 ബാസ്ക്കറ്റ് അല്ലേ? ബാസ്ക്കറ്റ് എന്നാണ് പറഞ്ഞത്. ഇത് നമ്മൾ പച്ചക്കറിയൊക്കെ ഇട്ട് വെക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ബാസ്ക്കറ്റ് അല്ലേ? വെജിറ്റബിൾ ട്രേ ആയിട്ട് വരുന്നതാണ് വിക്കർ ബാസ്ക്കറ്റ്. ഇത് വാഷ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റ്? വാഷ് ചെയ്യാം. ഇത് നമുക്ക് ചൂരൽ പോലുള്ള മെറ്റീരിയലിനുണ്ട്, PVC PVCയുടെ അവൈലബിൾ ആണ്. വെള്ളം വാഷ് ചെയ്യാം. വെള്ളം വീണ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇവിടെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഓയിൽ പുൾ ഔട്ട് കൊടുത്തിട്ടുണ്ട്. ഓയിൽ പുൾ ഔട്ട് ഇതിൽ തന്നെ ഇത് ഇത്തിരി ഇതിപ്പോൾ ഇത്ര വലുതാണ്. നമുക്ക് ഇതിൽ ചെറുതാക്കി ചെയ്താലും ബാക്കിയുള്ളത് കസ്റ്റമൈസ് ചെയ്യുമ്പോൾ ആ ഒരു വലിപ്പം അഡ്ജസ്റ്റ് ചെയ്താൽ മാത്രം മതി. ഇത് നമുക്ക് പല സൈസിൽ അവൈലബിൾ ആണല്ലോ ഓയിൽ പുൾ ഔട്ട്സ്. 6 ഇഞ്ച്, 4 ഇഞ്ച്, 8 ഇഞ്ച് പല സൈസിൽ അവൈലബിൾ. അപ്പോൾ നമുക്ക് ആ സൈസിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാനാണ് മെയിനായിട്ട് ഇത് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ നമ്മളിതിൻ്റെ ലെങ്ത് പറയുന്ന അപ്പുറത്തെ സൈഡിൽ നമുക്ക് 3, അതായത് ഇവിടുന്ന് സെർവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇരിക്കാനുള്ള സ്പേസും ഉണ്ട്. സ്പേസ് ഇട്ടിട്ടുണ്ട്. മറ്റേ നമ്മൾ സാധാരണ ഐലൻഡിൽ ഇത്രയും വലിപ്പം എടുക്കാറില്ല. അതെ. അപ്പോൾ നമുക്ക് ഇവിടെ ഇപ്പോൾ നല്ല ലാവിഷായിട്ട് കഴിക്കാനുള്ള സ്പേസ്. അത് കുക്കിംഗ് ഐലൻഡ് ആയതുകൊണ്ട് ഈസി ആയിട്ട് നമുക്കത് കൈകാര്യം ചെയ്ത് പോവുകയും ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു ഏരിയയിലോട്ട് വരാം. ഇവിടെ നമ്മൾ ടോൾ യൂണിറ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അവിടെ അപ്പുറം കണ്ടതിൽ വ്യത്യസ്തമായിട്ടൊരു ടോൾ യൂണിറ്റ് അല്ലേ? തീർച്ചയായിട്ടും. അത് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ആണ്. ഇത് ഹാഫ് ലേഡ് ഒരു ടോൾ യൂണിറ്റ്, പാൻട്രി യൂണിറ്റ് ആണ്. ഇത് സെപ്പറേറ്റ് ഷെൽഫ് ആണ്. 6 എണ്ണം വരുന്നുണ്ട്, 5 എണ്ണം വരുന്നുണ്ട്, 5ഉം 6ഉം വരുന്നുണ്ട്. അപ്പം അത് സെപ്പറേറ്റ് നമ്മൾ ഡോറ് തുറന്നു കഴിഞ്ഞിട്ട് പുൾ ഔട്ട് ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അല്ല നമുക്കിപ്പോൾ തുറക്കുമ്പോഴത്തേക്കും ഇത് ഇറങ്ങി വരുന്ന ആ രീതിയിൽ നമുക്ക് അങ്ങനെ നമുക്ക് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഗ്ലാസിന്റെ വരുന്നുണ്ട്. അതായത് ഡോർ മൗണ്ടഡ് ആയിട്ട്. ഇപ്പൊ പകുതി ഷെൽഫ് ഇതിലും വരും, പകുതി അകത്തുനിന്ന് ഇങ്ങോട്ട് തള്ളി വരുന്ന രീതിയിലും വരും. ഇത് വളരെ നമ്മൾ ഇതുവരെ നമ്മൾ കാണാത്ത ഒരു സംഗതിയാണ് കേട്ടോ. അതായത് ഷട്ടർ സ്റ്റോറേജ് അല്ലേ? ഷട്ടർ സ്റ്റോറേജ്, റോളിംഗ് ഷട്ടർ. ഇത് നമുക്ക് പല മെറ്റീരിയൽസ് വരുന്നുണ്ട്. അപ്പം ഇത് ഇതിപ്പോൾ ഗ്ലാസ്സാണ് വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് PVCയുടെ വരുന്നുണ്ട്, കളറും വരുന്നുണ്ട്, 4 കളറുകൾ വരുന്നുണ്ട്. പിന്നെ ഇപ്പൊ നമ്മളെ കുറച്ച് മുന്നേ കണ്ട ഇതിന്റെ കൗണ്ടർ ടോപ്പ് നമ്മൾ കുറച്ച് മുന്നേ കണ്ട ഫുൾ ബോഡി വെട്രിഫൈഡ് ടൈൽ തന്നെ ഇവിടെ. പിന്നെ ഇതിനകത്ത് തിക്നെസ്സും 15 mm തിക്നെസ്സിൽ വരുമ്പോഴത്തേക്കും ഇത് നമുക്ക് ഉരുട്ടിയെടുക്കാനും സാധിക്കും. ഉരുട്ടിയെടുക്കാൻ വേണമെങ്കിൽ നമുക്ക് സാധാരണ നാനോമീറ്ററിൽ കൊടുക്കുന്ന ഡബിൾ കനം ഇത് ചെയ്യാം. ഫ്രണ്ടിൽ ഡബിൾ കനം കൊടുത്തു കഴിഞ്ഞാൽ നല്ല വ്യൂ ആയിരിക്കും. അതെ. ഇനി നമുക്ക് അടുത്തൊരു ഏരിയ, ഇവിടുത്തെ ബാക്കിയുള്ള ഇത് നമ്മൾ കുറച്ച് മുന്നേ കണ്ട ഐലൻഡിൽ കണ്ടതുപോലെ തന്നെ സെൻസർ ചെയ്തിട്ട് വരുന്ന ലൈറ്റും കാര്യങ്ങളും വന്നിട്ടുണ്ട്. ഇതാണ് നമുക്ക് ഡിഷ് വാഷർ വരുന്നത്. ബിൽറ്റ് ഇൻ ഡിഷ് വാഷർ ആണ്. ഡിഷ് വാഷർ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു നെസസറി സാധനമായിട്ട് വന്നു. നമുക്ക് ഈ കോവിഡിന്റെ ഇത് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഡിഷ് വാഷർ നല്ല സെയിലാണ്. പക്ഷേ മിക്കവാറും വീടുകളിൽ ഡിഷ് വാഷർ യൂസ് ചെയ്യാൻ തുടങ്ങി. പണ്ട് ആരും യൂസ് ചെയ്തില്ല. ഇതൊരു അധിക ചെലവായിട്ട് ഇന്നെന്ന് പറഞ്ഞാൽ അതേ ചെലവ് നെസസറി ആവശ്യമായിട്ട് മാറി കഴിഞ്ഞു. അതുപോലെ സിങ്കിനടുത്ത് നമ്മൾ കൊടുക്കുന്നത് വേസ്റ്റ് കളഞ്ഞു കൊടുക്കുന്നതിന് അതിൻ്റെ അകത്ത് വെക്കാം. സിങ്കിന് താഴെ വരുന്ന നമ്മൾ അപ്പുറേ കണ്ട യൂണിറ്റ്സ് തന്നെയാണ്. യൂണിറ്റ്സ് തന്നെ ഇവിടെയും കൊടുത്തിരിക്കുന്നു. ഇവിടെ കൂടുതലും ഒരു എന്താ പറയുക, അപ്പുറം സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയിരുന്നുണ്ടെങ്കിൽ ഇവിടെ വരുമ്പോഴത്തേക്ക് ഒരു PVC അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലെവലിലേക്ക് കൂടുതലും വരുന്നത്. പിന്നെ അടുത്ത കട്ട്ലറി യൂണിറ്റ്. നോർമലി ഇവിടെയും കൊടുത്തിരിക്കുന്ന കട്ട്ലറി യൂണിറ്റ് കാണാൻ പറ്റും. കട്ട്ലറി യൂണിറ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നു. അതിൻ്റെ താഴെ ചെയ്തിരിക്കുന്നതും 2 യൂണിറ്റുകൾ ചെയ്തിട്ടുണ്ടല്ലേ? 2 യൂണിറ്റ്. പ്ലേറ്റ് റാക്കും കൊടുത്തിട്ടുണ്ട്, ഒരു സ്പൈസ് റാക്കും കൊടുത്തിട്ടുണ്ട്. ഇതിവിടെ സ്റ്റെയിൻലെസ് സ്റ്റീൽ നമ്മൾ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് കട്ട്ലറി ഒക്കെ യൂസ് ചെയ്യാവുന്നതിൻ്റെ. പിന്നെ നമുക്കിനി ജസ്റ്റ് നമ്മളിവിടുന്ന് ഒന്ന് സ്കിപ്പ് ചെയ്ത് പോയതാണ് ഈ ഒരു ഏരിയ. നമ്മൾ ആദ്യം ഒന്ന് പറഞ്ഞു പകർത്തി വെച്ചിട്ടാണ്. നമ്മൾ കുറച്ച് മുന്നേ ഫ്രീ ഹാൻഡിൽസ് തന്നെ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നു. പക്ഷേ ഇതിന്റെ ഏറ്റവും വലിയ ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഡോർ തന്നെയാണ്. ഡോർ മാറ്റ് ഫിനിഷ് ആണ്. ഗ്ലാസിൽ മാറ്റ് ഫിനിഷ് ആണ്. അതെ, അതായത് ഇത്രയും തിക്നെസ് നല്ല ഏകദേശം ഒരു എനിക്ക് തോന്നുന്നു 3 mm തിക്നെസ്സിൽ ശകല ഉള്ളിലേക്ക് കയറി കാരണം അറിയാത്തതാണ്. ഓക്കെ, ശകല ഉള്ളിലേക്ക് കയറി തിക്നെസ് വരുന്നുണ്ട് ഗ്ലാസ്. അതെ, ഇതിന് ഗ്ലാസിന്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ സ്ക്രാച്ച് ഫ്രീ ആണ്. മാറ്റ് ഫിനിഷ് ആണ്. പിന്നെ അഥവാ എന്തെങ്കിലും ഒരു അബദ്ധം കൊണ്ട് ഒരു സ്ക്രാച്ച് വന്നാൽ പോലും മാറ്റ് ഫിനിഷ് ആയതുകൊണ്ട് അതിന്റെ ഒരു പ്രശ്നം വരുന്നില്ല. അങ്ങനെ ഒരു സ്ക്രാച്ച് വരത്തില്ല. ഇതിന്റെ എഡ്ജ്മാൻഡ് ഒരു പ്രത്യേകതയാണ്. സാധാരണ നമ്മൾ PVC എഡ്ജ്മാൻഡ് ആണ് സാധാരണ എല്ലാ ഡോർസിലും. ഇത് സ്റ്റെയിൻലെസ് സ്റ്റീൽ തന്നെ എഡ്ജ്മാൻഡ് ആണ്. വെള്ളം വീണാലും യാതൊരു പ്രശ്നമില്ല. സ്റ്റെയിൻലെസ് സ്റ്റീൽ പലരും ചോദിക്കുന്ന സംഗതിയാണ്. സ്റ്റെയിൻലെസ് സ്റ്റീൽ നമ്മൾ ഉപയോഗിക്കുന്ന പാത്രമൊക്കെ സ്റ്റീലാണ്, എന്നിട്ട് പോലും പ്രശ്നമില്ല. അപ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ വരുമ്പോഴത്തേക്കുള്ളൊരു ഇത് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഇത്രയും സ്റ്റോറേജുകൾ നമ്മൾ മുകളിലും കൊടുത്തിട്ടുണ്ട്. വളരെ മിനിമലായിട്ട് ഇപ്പം നമ്മളാണെങ്കിലും ഒരു ഇൻറ്റീരിയറിലോട്ടൊക്കെ വരുമ്പോൾ കിച്ചണിലോട്ടൊക്കെ വരുമ്പോഴത്തേക്കും പൊതുവെ നമ്മൾ കൂടുതലും സജസ്റ്റ് ചെയ്യുന്ന മിനിമലായിട്ട് ആവശ്യമനുസരിച്ച് ചെയ്യാൻ മാത്രമേ നമ്മൾ സജസ്റ്റ് ചെയ്യുകയും. ഇനി ഇതിൻ്റെ അതേ ഒരു കളർ കോമ്പിനേഷനിൽ ചെയ്തിരിക്കുന്ന ഈ ഒരു യൂണിറ്റ്, ഫ്രിഡ്ജ്
ഇത് ബിൽറ്റ് ഇൻ ഫ്രിഡ്ജായിട്ട് തന്നെ നമ്മളിവിടെ ചെയ്തിരിക്കുകയാണ് അല്ലേ, ഈ ഒരു ഏരിയ. ഓക്കെ. ഈ താഴെ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഫ്രീസർ താഴെ കൊടുത്തിരിക്കുന്നു. ഇത് തന്നെ ഫ്രീസറാണ്. ഓ, അപ്പോൾ ഇത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞ ആ ഒരു ലാമിനേറ്റ് തന്നെ ഇവിടെയും ചെയ്തു. നമുക്ക് ഈ ലാമിനേറ്റ് എക്സ്പെൻസീവ് അല്ല. ഇതിന്റെ അത് ശകല എക്സ്പെൻസീവ് എന്ന് പറഞ്ഞാൽ ഗ്ലാസ് മാത്രമേ ഉള്ളൂ. പക്ഷേ മിക്സ് ചെയ്ത് കൊടുത്തിരിക്കുമ്പോൾ നമുക്ക് അതിനകത്ത് വലിയ റേറ്റ് വരുന്നില്ല. ഇപ്പം ഈ ഒരു ഐലൻഡ് കിച്ചണിൽ എക്സ്പെൻസീവ് എന്ന് പറയാൻ ഈ ബിൽറ്റ് ഇൻ ഫ്രിഡ്ജ്, ബിൽറ്റ് ഇൻ അവൻ അങ്ങനെയുള്ളതൊക്കെ ഉള്ളൂ. ഇപ്പോൾ ഈ ഡിഷ് വാഷർ ഒന്ന് കോമൺ ആയിട്ട് എടുക്കുന്നതല്ല, കുറച്ചുകൂടെ ഹൈ എൻഡ് കിച്ചണിലേ വരുന്നുള്ളൂ എന്നുള്ളൂ. ബാക്കി മെറ്റീരിയൽ എല്ലാം സാധാരണ നോർമൽ മെറ്റീരിയൽ തന്നെയാണ് ഇത് യൂസ് ചെയ്തിരിക്കുന്നത്. സീലിംഗിലാണേലും ഇങ്ങനെ ഒരു ഏരിയ കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ തന്നെ ഇതിനോട് ചേർന്നിട്ട് ഇത് എങ്ങനെ വരുന്നു അതിനോട് ഇതിൻ്റെ തന്നെ ഒരു കളറാണ് മുകളിലും നമ്മൾ സീലിംഗിൽ പോയിരിക്കുന്നത്. ഇതിൽ നമുക്ക് സ്ക്വയർ ഫീറ്റ് റേറ്റ് വരുമ്പോൾ എല്ലാം നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞ പോലെ ആ റേറ്റ് തന്നെയല്ലേ വരുന്നത്? ആ റേറ്റിലേ വരുള്ളൂ. ഗ്ലാസിന് കുറച്ചുകൂടെ കൂടുതലാണ്, ഇത് ചില കുറച്ച് കുറവുമാണ്. ഇതിപ്പം ഒരു കസ്റ്റമർ അനുസരിച്ചാണ് ഏതൊരു പ്രൊഡക്റ്റും പർച്ചേസ് ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് കസ്റ്റമൈസ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരമുണ്ട്. നമുക്ക് ഒത്തിരി സെലക്ഷൻസ് ഉണ്ട്, അതിൽ നമുക്ക് കസ്റ്റമർക്ക് നോക്കി എടുക്കാൻ പറ്റും. ഇതൊരു ചെറിയ യൂണിറ്റ് ആയിട്ട് തന്നെ സെറ്റ് ചെയ്തിരിക്കണേ. അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തത ഇതിലുണ്ട്. ഒന്നാമത്തെ കാര്യം ഈ ഒരു സംഗതി ഇത് അക്രലിക് തന്നെയല്ലേ വരുന്നത്? അല്ല, ഇത് നമുക്ക് ഗ്ലാസ് തന്നെയാണ് വന്നിരിക്കുന്നത്. മറ്റേ അപ്പുറത്ത് കണ്ടത് നമ്മൾ മാറ്റ് ഫിനിഷ് ആകുമ്പോൾ ഇത് ഗ്ലോസി ഫിനിഷ് വൈറ്റ് കളർ. ഇതിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇത് മറ്റേത് ഗോള പ്രൊഫൈൽ ആയിരുന്നു കൊടുത്തിരുന്നത്. ഇത് വരുമ്പോൾ ഈ ഹാൻഡിലെ തന്നെ പ്രൊഫൈൽ ഹാൻഡിൽ കൊടുത്തിരിക്കുകയാണ്. ഇതാണ് അതിന്റെ പ്രോഡക്റ്റ് അല്ലേ? അതെ. അതായത് ഇതിനോട് ബിൽറ്റ് ഇൻ ഹാൻഡിൽസ് ആണ്. നല്ല അത്യാവശ്യം നല്ല വെയിറ്റ് പ്രൊഡക്റ്റിന്. സാധാരണഗതിയിൽ നമ്മൾ പലരും ചെയ്യുമ്പോഴത്തേക്കും പറയും നമ്മൾ ഡോറ് മിക്കവാറും വെയിറ്റ്ലെസ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് ഒത്തിരി വെയിറ്റ്ലെസ് ആയി കഴിഞ്ഞാൽ ബെൻഡ് ആകാനുള്ള സാധ്യതയുണ്ട്. ഇതിന് ആ പ്രോബ്ലം വരത്തില്ല. ഒരേ സൈസില്ല, അത് നമ്മൾ കസ്റ്റമൈസ് ചെയ്തെടുക്കുകയാണോ? ഈ സൈസ് കസ്റ്റമൈസ് ചെയ്തെടുക്കുക. നമ്മൾ കാർക്കൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഡോർ രണ്ടാമത് എടുക്കുക. പിന്നെ മറ്റൊന്ന് നമ്മുടെ സെറാമിക്, അതായത് ഈ കാണുന്ന പ്രൊഡക്റ്റ് അല്ലേ? അതിന്റെ കുറെ വെറൈറ്റീസ് ഉണ്ട്. ഇതിപ്പം ഒരു കളർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇത് അതിന്റെ തന്നെ വേറൊരു ഡിസൈൻ 7 ഡിസൈൻസ് ഉണ്ട്. സെറാമിക്കിന്റെ തന്നെ 7 ഡിസൈൻസ് ഉണ്ട്. അതായത് ഈ ഗ്ലാസ് വരുന്നത് പോലെ തന്നെ ഈ സെയിം തിക്നെസ്സിൽ സെറാമിക് കോട്ടിംഗ് വന്നിരിക്കും അതിന്റെ മേളിൽ. അപ്പൊ ഇതിന് നമുക്ക് നാളെ അവസരത്തിൽ ഫെയ്ഡിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഇല്ല, ഒന്നും വരത്തില്ല. മാറ്റ് ഫിനിഷ് ആണ്, ഫെയ്ഡിങ്ങിന് പ്രോബ്ലം വരുന്നില്ല. ഇപ്പം നമ്മൾ മൂന്നാമത്തെ കിച്ചണിലാണ് വന്നിരിക്കുന്നത്. അതായത് നമ്മൾ സാധാരണ കാണുന്ന ഒരു കിച്ചണിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ബോർഡേഴ്സ്, വീടിനൊക്കെ നമ്മൾ സാധാരണ വൈറ്റ് ആൻഡ് ഗ്രേ എന്നുള്ള കോമ്പിനേഷൻ കൊടുക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ ടൈലിനോട് സിമിലർ ആയിട്ടുള്ള കളേഴ്സ്, ഗ്രേ ബോർഡർ പോലെ ബാക്കിയുള്ള ഏരിയാസും കൊടുത്തു. ട്രെൻഡാണ് വൈറ്റ്. ഒത്തിരി ആൾക്കാർ വൈറ്റ് കളർ പ്രിഫർ ചെയ്യുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ നല്ല സ്പേസ് തോന്നിക്കും കിച്ചണിൽ. ഇത് കുറച്ച് ലോ കോസ്റ്റ് കിച്ചണാണ്, എക്കണോമിക്കലായിട്ടുള്ളതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് പ്രൊഫൈൽ ഹാൻഡിൽസ് ജി പ്രൊഫൈലാണ്, കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ജി പ്രൊഫൈൽ ഹാൻഡിൽസ് ആണ്. രണ്ട് സ്റ്റോറേജ് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ഓപ്പൺ സ്റ്റോറേജ് കൊടുത്തിരിക്കുന്നു. എൽ ഷേപ്പ് ആണ് കിച്ചൺ. നോർമലി എൽ ഷേപ്പ് കിച്ചൺ ആണ്. ഇവിടെ വരുമ്പോഴത്തേക്കും ഇവിടെ നമ്മൾ ഹുഡ് ആൻഡ് ഹോംസ് കൊടുത്തിട്ടുണ്ട്. ഹുഡ് നമ്മൾ ഇങ്ങനെ മറച്ചിരിക്കുന്നതുകൊണ്ടാണ്. അതെ. ഇത് അതിന്റെ തന്നെ വേറൊരു വെറൈറ്റി ആണ് കേട്ടോ. കാര്യം അതിന്റെ മുകളിൽ സാധാരണ അതിൽ നമ്മൾ ആ ലെഡ്ജസ് മറച്ച് വെളിയിലോട്ട് കൊടുക്കാറുണ്ട്. ഇത് അതിന് പകരം ഒരു സ്റ്റോറേജ് പോലെ ഫീൽ ചെയ്യത്തക്ക രീതിയിൽ ചെയ്തിരിക്കുന്നു. ഫുഡാണെന്ന് തോന്നിക്കത്തില്ല. അതേസമയം ഇവിടെ ഒരു സ്റ്റോറേജ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഏത് പ്രൊഫൈൽ വേണം നമുക്ക്, അതായത് പ്രോ ലിഫ്റ്റ് ഒക്കെ നമുക്ക് വർക്ക് ചെയ്തെടുക്കാവുന്ന രീതിയിൽ ചെയ്തിരിക്കുന്നതാണ്. ഇവിടെയും അതുപോലെ തന്നെ പ്രോ ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ 2 ഏരിയ കൊടുത്തിരിക്കുന്നു. ബാക്കി ഇപ്പം നമ്മൾ താഴെ കണ്ടതുപോലെ തന്നെ സ്റ്റോറേജ് യൂണിറ്റുകളുണ്ട്. താഴെ കണ്ടതിൽ നിന്ന് വ്യത്യസ്തം പറഞ്ഞാൽ ഇതൊക്കെ വളരെ ചീപ്പ് റേറ്റ് ആണ്. കാരണം ഇന്ത്യൻ മെയ്ഡ് ഇപ്കോയുടെയും സ്റ്റാറിന്റെ ഒക്കെ പീകോക്കിന്റെ ഒക്കെ ഡ്രോയർ സിസ്റ്റമാണ്. മറ്റേതിന്റെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കിനും പകുതി താഴെ റേറ്റ് വരുള്ളൂ. അതുകൊണ്ട് ഈ കിച്ചൺ നമുക്ക് 2000 താഴെ വരുള്ളൂ ചെയ്തു വരുമ്പോൾ. സാധാരണ മൈക്ക ലാമിനേഷൻ, UV ലാമിനേഷൻ. ഇതിപ്പോ നമുക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ എത്ര രൂപയ്ക്ക് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്? ഒരു 1800 ആ റേഞ്ചിലൊക്കെ തീരും. ഈ ഒരു ക്ലാരിഫിക്കേഷൻ, നമ്മളിപ്പോ കാണുന്ന ആൾക്കാർക്കായിട്ട് ഒരു ചെറിയ കിച്ചൺ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യുന്നതിന് ഏറ്റവും മിനിമൽ ആയിട്ട് ചെയ്യുമ്പോഴത്തേക്കും ഒരു സ്ക്വയർ ഫീറ്റ് അല്ലാതെ വരുമ്പോൾ എത്ര രൂപ നമുക്ക് സാധാരണ ഒരു 2000 സ്ക്വയർ ഫീറ്റ് ഒക്കെ വരുന്ന വീടാണെങ്കിൽ ഒരു മോഡുലർ കിച്ചൺ ഏകദേശം ഒരു 100-150 സ്ക്വയർ ഫീറ്റ് താഴെ വരുന്നു. അതെ. ഒരു 3 lakhs ഒക്കെയാണ് സാധാരണ രീതിയിൽ ഒരു കോമൺ റേറ്റ് വരുന്നത്. അതിനകത്തൊരു 2 lakhs താഴെ ഉള്ളൂ കബോർഡും മറ്റു അതിന്റെ മെറ്റീരിയൽസ് ഒക്കെ വരുന്നു. പിന്നെ നമ്മൾ ഏത് ടൈപ്പ് അപ്ലയൻസസ് യൂസ് ചെയ്യുന്നു? അപ്ലയൻസ് ഉൾപ്പെടെയാണ് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു 3 lakhs അപ്ലയൻസ് ഉൾപ്പെടെ തീരും. അതിനകത്ത് നമുക്ക് 3 lakhs കിച്ചൺ ആണെങ്കിൽ കബോർഡ് റേറ്റ് എന്ന് പറഞ്ഞ് 2 lakhs താഴെ വരുള്ളൂ. പിന്നെ ബിൽറ്റിൻ അവൻ, ബിൽറ്റിൻ ഹോബ്, ഹുഡ്, പിന്നെ അതിനകത്ത് യൂസ് ചെയ്യുന്ന അക്സസറീസിന്റെ ഒക്കെ കൂടി റേറ്റ് വരുമ്പോഴാണ് ഒരു
3 lakhs വരുന്നത്. അത് നമുക്ക് എങ്ങനെയും കസ്റ്റമൈസ് ചെയ്യാം. അതായത് ഈ ഡ്രോയർ ഏത് ടൈപ്പ് വേണം. ഇപ്പൊ സോഫ്റ്റ് ക്ലോസ് ഹാഫ് ലേഡൊക്കെ ഒരു സോഫ്റ്റ് ക്ലോസ് ഹിഞ്ചസ് ആണെങ്കിൽ ഏകദേശം 450-500 രൂപ വരുന്നുണ്ട്. നമുക്ക് സാധാരണ ഹിഞ്ചസ് 30 രൂപ അവൈലബിൾ ആണ്. പക്ഷെ മോഡുലാർ കിച്ചണിൽ എപ്പോഴും സോഫ്റ്റ് ക്ലോസ് തന്നെയായിരിക്കും നല്ലത്. അതായത് യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും, പിന്നെ വളരെ കാലം അത് ഉപയോഗിക്കാൻ പറ്റും. അതാണ് നമുക്ക് കംപ്ലൈന്റ് വരാതിരിക്കാൻ നോക്കണ്ട. കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ മാറാന്നുള്ള സത്യമാണ്, എങ്കിലും മാക്സിമം വരാതിരിക്കാൻ നോക്കുക. അതെ, കിച്ചൺ എന്ന് പറയാൻ നമ്മൾ പറഞ്ഞ പോലെ പലരും ഗൂഗിളിൽ നിന്ന് ഫോട്ടോസ് എടുത്ത് നിങ്ങളാണെങ്കിൽ തന്നെ അറിയാലോ നിങ്ങളടുത്ത് ചോദിക്കുന്നത്, നമ്മളതനുസരിച്ചാണ് ഇത് വരുന്നത്. ഇനിയിപ്പം ഞാൻ ആദ്യം പറഞ്ഞു വിശ്വാസ് ഇന്റീരിയേഴ്സ്. വിശ്വാസ് ഇന്റീരിയേഴ്സ് നിങ്ങൾ എവിടെയൊക്കെ സർവീസ് ഇപ്പൊ ചെയ്യുന്നുണ്ട്? നമ്മൾ മെയിനായിട്ട് കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം ചെയ്യുന്നുണ്ട്. ഈ 4 ജില്ലകളാണ് മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതിന് വെളിയിലേക്ക് വരുന്ന വർക്കുകൾ എടുക്കുന്നുണ്ട് എങ്കിൽ പോലും മെയിനായിട്ട് നമ്മൾ ഈ 4 ഡിസ്ട്രിക്റ്റാണ്. ഫാക്ടറികളെ കോട്ടയം ബേസ്ഡ് ആയതുകൊണ്ട് റേറ്റിന്റെ കാര്യങ്ങൾ കോമ്പറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അങ്ങനെ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ 4 ജില്ലകളിൽ നിന്നുള്ളവർക്ക് ധൈര്യമായിട്ട് വിളിക്കാം. തീർച്ചയായിട്ടും വിളിക്കാം. ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഇടുന്നുണ്ട്. എന്തായാലും ഇത്രയൊരു കുറച്ച് സമയം നമുക്ക് വേണ്ടി തന്നതിന് താങ്ക് യു. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നമ്മൾ ഇൻറ്റീരിയറിനെ സമയത്ത് ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ കാണിക്കുന്നുണ്ട്. പക്ഷേ ഒന്ന് മറ്റൊന്നിൽ നിന്ന് വ്യത്യസ്തമാവാനായിട്ട് പലപ്പോഴും ശ്രമിക്കാറുണ്ട്. ബോധപൂർവമാണ് ആ ഒരു ശ്രമം നടത്താറുള്ളത്. റെപ്പറ്റേഷൻ എന്ന് പറയുന്നത് സാധാരണക്കാർക്ക് ഇഷ്ടപ്പെടാത്ത പോലെ തന്നെ ഞാനും അതിനെ പ്രോത്സാഹിപ്പിക്കാറില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ കണ്ട 3 കിച്ചണും നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ പരിഗണിക്കുക. നമ്മുടെ വിശ്വാസ് ഇൻറ്റീരിയേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്, നിങ്ങൾക്ക് വിളിക്കാം. ഇനിയും മികച്ച വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും എത്തും. അതുവരേക്കും അജയ് ശങ്കർ സൈനിങ് ഓഫ്, ഡോക്ടർ ഇൻറ്റീരിയർ.